വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പൽ ചെരിഞ്ഞു, കാർഗോ കടലിൽ വീണ് അപകടവസ്തു ചോർന്നു, തുടരുതെന്ന് മുന്നറിയിപ്പ്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചി തുറമുഖത്തേക്കുള്ള യാത്രക്കിടെ ഫീഡർ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതായി വിവരം. ലൈബീരിയൻ ഫ്ലാഗുള്ള MSC എൽസ 3 എന്ന കാർഗോ ഷിപ്പാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പൽ ചെരികയായിരുന്നുവെന്നാണ് വിവരം. 400-ലധികം കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ 21 പേരെയും രക്ഷപ്പെടുത്തി. 3 പേരെ കൂടി രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. 3 ജീവനക്കാർ ഇപ്പോഴും കപ്പലിലുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ട കപ്പൽ കൊച്ചി തുറമുഖത്ത് കുറച്ച് ചരക്കുകൾ ഇറക്കിയ ശേഷം തൂത്തുക്കുടിയിലേക്ക് പോകാനിരുന്നതാണെന്നാണ് വിവരം. രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡും നേവിയും രംഗത്തുണ്ട്. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചാണ് 9 ജീവനക്കാർ രക്ഷപ്പെട്ടത്. കപ്പലിന്റെ ഒരു വശം പൂർണ്ണമായും ചെരിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. കപ്പൽ നിലവിൽ മുങ്ങിത്താഴുന്നില്ലെന്നും സ്ഥിരതയോടെയാണ് നിൽക്കുന്നതെന്നുമാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ആയിരുന്നു കപ്പൽ അപകടം. കപ്പൽ ചെരിഞ്ഞതായും കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായുമായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ അഥവാ MGO, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ അഥവാ VLSFO എന്നിവ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. കേരള തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുവാൻ സാധ്യതയുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും ഉടൻ തന്നെ വിവരം പോലീസിലോ 112 എന്ന നമ്പറിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി ശേഖർ കുര്യാക്കോസിന്റെ വാക്കുകൾ കേൾക്കുക. നമ്മൾക്ക് ഇന്ന് ഒരു 15 മിനിറ്റ് മുൻപ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു. കേരളത്തിന്റെ തീരത്ത് നിന്ന് കുറച്ച് ഉൾക്കടലിലേക്ക് ഒരു 6 മുതൽ 8 വരെ കാർഗോ വലിയ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നും ആ വീണതിന്റെ കാർഗോയിൽ അപകടകരമായ ഗുഡ്സ് ഉണ്ട്, സൾഫർ കണ്ടന്റ് ഉള്ള ഗുഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേരള തീരത്തിന്റെ വടക്കൻ കേരളത്തിന്റെ തീരത്തേക്കാണ് വരാൻ ഏറ്റവും സാധ്യത ഇപ്പോഴുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ആരും അത് സ്പർശിക്കരുത്, അതിനടുത്തേക്ക് പോകരുത്. ആ വിവരം ഉടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇപ്പോ പൊതുജനങ്ങളോട് ഈ അലർട്ട് പങ്കുവയ്ക്കുന്നത്. ഇത്തരം ഒരു കാർഗോ കണ്ടുകഴിഞ്ഞാൽ, എണ്ണപ്പാട കണ്ടുകഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. 112-ൽ വിളിച്ചറിയിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും. ഇപ്പോ സാധ്യത കൂടുതൽ വടക്കൻ കേരള തീരത്തിലേക്കാണ്. കാരണം ഇപ്പോഴത്തെ അത് വീണ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഇൻകോയ്സിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ശരത് ആപ്ലിക്കേഷനിൽ വടക്കൻ തീരത്തേക്കാണ് എത്താൻ സാധ്യതയായി പ്രോബബിലിറ്റി കൂടുതൽ കാണിക്കുന്നത്. പക്ഷെ ഇതിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. ചിലപ്പോൾ കാർഗോ തെക്കോട്ടം ഒഴുകി നമ്മളുടെ കടൽ തീരത്ത് നിന്നേ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോ സ്പെക്കുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദയവായി ഈ വിവരം അറിയിക്കുന്നു. ആരെങ്കിലും ഇത് കണ്ടാൽ തുടരുത്, അടുത്തു പോകരുത്. 112-ൽ വിളിച്ചറിയിക്കുക. അതിന് ഉചിതമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് മാത്രം അറിയിക്കും. ഇല്ല, അത്തരം വിവരങ്ങൾ നമ്മളുടെ ഒരു മാൻഡേറ്റിൽ വരുന്ന കാര്യമല്ല. കടലിനുള്ളിലുള്ളതാണ്, കോസ്റ്റ് ഗാർഡിന്റെ ചുമതലയിൽപ്പെടുന്ന വിഷയമാണ്. നമ്മൾക്ക് അറിയിക്കാനുള്ളത് ദയവായി പൊതുസമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ്. അത് തുടരുത്, അടുത്തേക്ക് പോകരുത്, എണ്ണപ്പാടയിൽ പോലും സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കൗതുകം കാണും, എണ്ണയൊക്കെ തീരത്ത് കിടക്കുന്നത് കാണുമ്പോൾ അത് സ്പർശിക്കരുത്. അപ്പോൾ തന്നെ 112-ൽ അറിയിക്കുക. അതിന് വേണ്ടുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കും. വെരി ലോ സൾഫർ കണ്ടന്റ് ഉള്ള ഓയിലാണ്. അത് എന്ത് തരത്തിൽ മനുഷ്യന് അപകടകരമാകുമെന്നുള്ളത് നമ്മൾക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് PCBയിൽ നിന്ന് വ്യക്തമായി അനലൈസ് ചെയ്ത് അറിയിക്കും. ഇത് മനുഷ്യന്റെ ശരീരത്തിനോടുള്ള അപകടമാണോ അല്ലെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റത്തിനുള്ള അപകടമാണോ, ഇത് ഫ്ലാമബിൾ ആണോ, ഈ കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഞാൻ അറിഞ്ഞ്
ഏതാണ്ട് 10 മിനിറ്റിനുള്ളിലാണ് മാധ്യമങ്ങൾക്ക് ഇത് അറിയിക്കാനുള്ള അനുമതി ലഭിച്ചത്. അപ്പോൾ തന്നെ ഇത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്നതനുസരിച്ച് ഇനിയും ഉയർന്ന തലങ്ങളിൽ നിന്ന് നിങ്ങളെ അറിയിക്കും. നമ്മൾക്കൊരു ഞാൻ എപ്പോഴാ മെസ്സേജ് ഇട്ടത്, ആ മെസ്സേജ് ഇട്ടതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ഈ വിവരം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ എല്ലാ കളക്ടറേറ്റുകളെയും, തീരദേശത്തെ കളക്ടറേറ്റുകളെയും, ഫിഷറീസിനെയും കോസ്റ്റൽ പോലീസിനെയും എല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ തീരം നിരീക്ഷിക്കണമെന്ന് പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മളുടെ സംവിധാനങ്ങളുടെ കണ്ണെത്തിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൊതുസമൂഹത്തിനോടും പറയുന്നത്, ദയവായി തുടരരുത്, ദയവായി അതിനടുത്തേക്ക് പോകരുത്, 112-ൽ വിളിച്ചറിയിക്കുക ഇത് കണ്ടാൽ. 6 മുതൽ 8 വരെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായാണ് പ്രാഥമിക വിവരം. വിഴിഞ്ഞത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലേക്ക് പോയ MSC എൽസാത്രി എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറുകൾ വടക്കൻ കേരള തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്നും കടൽ തീരത്ത് എണ്ണപ്പാട കണ്ടാൽ സ്പർശിക്കരുതെന്നും അധികൃതർ അറിയിക്കുന്നു. കപ്പലിൽ 24 ജീവനക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതിൽ 21 പേരെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് ഇറക്കുവാനുള്ള കണ്ടെയ്നറുകളാണ് ഫീഡർ കപ്പലിൽ ഉണ്ടായിരുന്നത്. റഷ്യൻ വംശജനാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ. കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരിൽ 20 പേർ ഫിലിപ്പീൻസുകാരും 2 പേർ ഉക്രൈൻകാരും ഒരാൾ ജോർജിയക്കാരനുമാണ്. കപ്പൽ അപകടത്തിൽപ്പെട്ടതായി ഇന്ന് ഉച്ചയ്ക്ക് 1:25-നാണ് ഇന്ത്യൻ അധികൃതരെ വിവരമറിയിക്കുന്നത്. കപ്പൽ 26 ഡിഗ്രി ചെരിഞ്ഞെന്നായിരുന്നു വിവരം. കൊച്ചിയിലെത്തി തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ. ഇന്ന് രാത്രി 10-നാണ് കൊച്ചി തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത്. 183.91 മീറ്റർ നീളവും 26.3 മീറ്റർ വീതിയുമുള്ള ഫീഡർ സർവീസ് വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കുന്നത് അപകടത്തിൽപ്പെട്ട കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഫീഡർ കപ്പലുകളിലാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.